ഉത്തരമഹാസമുദ്രം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിവിശാലവും നിരപ്പേറിയതുമായ സമതല പ്രദേശമാണ് ഉത്തരമഹാസമുദ്രം. അപ്പോൾ നോക്കിക്കോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഉത്തരമഹാസമുദ്രം. ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഈ ഉത്തരമഹാസമുദ്രം രൂപപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഇവിടെ എന്താണ് റെയിൽ റോഡ് എന്നിവയുടെ ശൃംഖലകൾ കാണപ്പെടുന്നു. ഗംഗയുടെയും മറ്റു പോഷക നദികളുടെയും പ്രവാഹത്താൽ സമ്പുഷ്ടമായ വടക്കൻ എക്കൽ സമതലം ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഏതാണ്? ഗംഗയുടെയും മറ്റു പോഷക നദികളുടെയും പ്രവാഹത്താൽ സമ്പുഷ്ടമായ വടക്കൻ എക്കൽ സമതലം ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, പിന്നെന്താണ്? ജനനിബിഡമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ജനനിബിഡമായിട്ട് ഉള്ള പ്രദേശമാണ് എന്താണ്? ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയാണ്. സമതലത്തിന് തെക്കുഭാഗത്താണ് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരമഹാസമുദ്രത്തിൻ്റെ തെക്കുഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ഉയരം എത്രയാണ്? 150 മുതൽ 900 മീറ്റർ വരെയാണ്. 150 മുതൽ 900 മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ഉയരം. അതേപോലെ ഉത്തരമഹാസമുദ്രത്തിന് തെക്കുഭാഗത്താണ് ഏറെക്കുറെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്തുവാണ്? ത്രികോണാകൃതിയാണ്. ഇനി നമുക്ക് ഥാർ മരുഭൂമിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. അപ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറഞ്ഞത്. അതികഠിനമായ ചൂടും വളരെ കുറഞ്ഞ അളവിലുള്ള മഴയും ലവണാംശമുള്ള മണ്ണുമായതിനാൽ ഈ പ്രദേശത്ത് ജനവാസം പൊതുവെ കുറവാണ്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. സ്വാഭാവിക സസ്യജാലങ്ങളാണ് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും. എവിടെയുള്ള സ്വാഭാവിക സസ്യജാലങ്ങളാണ്? ഥാർ മരുഭൂമി. അപ്പോൾ ഥാർ മരുഭൂമി എന്ന് പറഞ്ഞത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഹിമാലയ പർവ്വതത്തിനും പശ്ചിമഘട്ട മലനിരകൾക്കും നിർണായകമായ പങ്കുണ്ട്. ശൈത്യകാലത്ത് വടക്കൻ ശീതക്കാറ്റിനെ സിന്ധു ഗംഗാ സമതലത്തിൽ തടഞ്ഞു നിർത്തിയും വേനൽക്കാലത്ത് തെക്കു പടിഞ്ഞാറ് നിന്നും മഴയെ വഹിക്കുന്ന മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വർഷപാതമുണ്ടാക്കുന്നു. അപ്പോൾ ഇത് പറയുന്നത് ഹിമാലയ പർവ്വതനിരയും പശ്ചിമഘട്ട മലനിരകളും എങ്ങനെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? ശൈത്യകാലത്ത് വടക്കൻ ശീതക്കാറ്റിനെ സിന്ധു ഗംഗാ സമതലത്തിൽ തടഞ്ഞു നിർത്തിയും വേനൽക്കാലത്ത് തെക്കു പടിഞ്ഞാറ് നിന്നും മഴയെ വഹിക്കുന്ന മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വർഷപാതമുണ്ടാക്കുന്നു. പശ്ചിമഘട്ടമുണ്ടാക്കുന്ന തടസ്സം പടിഞ്ഞാറൻ തീരദേശ മേഖലകളിൽ മഴ ലഭ്യമാക്കുന്നു. അപ്പോൾ പശ്ചിമഘട്ടമുണ്ടാക്കുന്ന തടസ്സമാണ് എന്ത്? പടിഞ്ഞാറൻ തീരദേശ മേഖലകളിൽ മഴയുണ്ടാക്കുന്നത്. ശൈത്യകാല വർഷത്തെ ആശ്രയിക്കുന്ന ശ്രീലങ്കയും വടക്കു പടിഞ്ഞാറൻ തീരദേശങ്ങളും ഒഴികെ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ്. അപ്പോൾ എന്താ പറയുന്നത്? ശൈത്യകാല വർഷത്തെ ആശ്രയിക്കുന്ന ശ്രീലങ്കയും വടക്കു പടിഞ്ഞാറൻ തീരദേശങ്ങളും ഒഴികെ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ്. അടുത്തത് എന്താണ്? മധ്യ ഇന്ത്യയെ ഥാർ മരുഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത് അരാവല്ലി പർവ്വതനിരകൾ. നമ്മൾ പഠിക്കത്തില്ല ആരവല്ലി പർവ്വതനിരകൾ എന്നത്. ഇപ്പം ന്യൂ ടെക്സ്റ്റിലൊക്കെ അരാവലി എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ. മധ്യ ഇന്ത്യയെ ഥാർ മരുഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്?
അരാവല്ലി പർവ്വതനിരകൾ എന്താണ്? മധ്യ ഇന്ത്യയെ ഥാർ മരുഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അരാവല്ലി പർവ്വത നിരകൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഥാർ മരുഭൂമിയുടെ കാര്യമൊക്കെ. ഥാർ മരുഭൂമി എവിടെ കിടക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മധ്യ ഇന്ത്യയെ ഥാർ മരുഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത് അരാവല്ലി പർവ്വതനിരകളാണ്. വടക്കൻ സമതലങ്ങളെ ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് വിന്ധ്യ സത്പുര മലനിരകൾ. ശ്രദ്ധിക്കണേ, വടക്കൻ സമതലങ്ങളെ ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? വിന്ധ്യ സത്പുര മലനിരകളാണ്. ഇനി നമുക്ക് ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം. അതിപുരാതനമായ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഒഴുകി വന്ന ലാവയാൽ രൂപപ്പെട്ട ഭൂവിഭാഗമാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പ്രബലമായ ഭാഗത്തെയാണിത് രൂപപ്പെടുത്തുന്നത്. പൂർവ പശ്ചിമഘട്ടങ്ങൾ ഇവയ്ക്ക് അതിരിടുന്നു. അതിനുമപ്പുറത്ത് ഇടുങ്ങിയ കോറമാണ്ടൽ മലബാർ കൊങ്കൺ തീര സമതലങ്ങളാണ്. നീലഗിരി, ആനമല, ഏലമല തുടങ്ങിയ ഭാഗങ്ങൾ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഡെക്കാൻ പീഠഭൂമിയുടെ അതിരാണ് കേട്ടോ. അതിനുമപ്പുറത്ത് ഇടുങ്ങിയ കോറമാണ്ടൽ മലബാർ കൊങ്കൺ തീരദേശ സമതലങ്ങളാണ്. നീലഗിരി, ആനമല, ഏലമല തുടങ്ങിയ ഭാഗങ്ങൾ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു.